കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളെക്കുറിച്ച് ഞാൻ വളരെ കൃത്യതയോടുകൂടി പഠിച്ചിട്ടുണ്ട്. ആ പോഷക സംഘടനകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംഘടന ഏതാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചപ്പോൾ എനിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കും. കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തന്നെയാണ് ഈ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളിൽ ഒന്നാമതായി നിൽക്കുന്ന പ്രസ്ഥാനം. പിന്നെ നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു സവിശേഷത ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരയഞ്ഞ നിലപാട് സ്വീകരിക്കാറില്ല. ഉറച്ച ദൃഢമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തും നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ പ്രിയപ്പെട്ട ശ്രീമാൻ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായി കേരളം ഭരിച്ച ആ പഴയ കാലത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ശ്രീമാൻ എ കെ ആൻ്റണി മുമ്പാകെ നിങ്ങൾ വെച്ച അവകാശങ്ങൾ, നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ, സാമ്പത്തിക പരിമിതി മൂലം ശ്രീമാൻ എ കെ ആൻ്റണിക്ക് അത് പെട്ടെന്ന് പരിഹരിക്കാൻ സാധിച്ചില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയുണ്ടായി. എന്നിട്ടും അദ്ദേഹത്തോട് ആ സമരാത്മകമായ സമീപമല്ലാതെ മറ്റൊരു നിലപാടല്ല നിങ്ങൾ സ്വീകരിച്ചത്. ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോടും അവകാശങ്ങളോടും അനുഭാവപൂർണ്ണമായ സമീപനം അങ്ങ് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 31 ദിവസമാണെന്ന് തോന്നുന്നു നിങ്ങൾ സമരം നടത്തിയത്. അതാണ് നിങ്ങളുടെ പ്രത്യേകത. പെൻഷൻകാരുടെ മൂർത്തമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആര് ഭരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കാറില്ല. ഒരു നേതാവിൻ്റെ മുഖം നോക്കിയിട്ടല്ല നിങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കാലത്തൊക്കെ നിർണ്ണയിച്ചത്. ഇടതുപക്ഷ സംഘടനകൾ എങ്ങനെയാണ്? ആ ഇടതുപക്ഷ സംഘടനകളെ ആലങ്കാരികമായിട്ട് പത്രക്കാരൊക്കെ തന്നെ പറയാറുണ്ട് അവർ ഭരണവിലാസ സംഘടനകളെന്ന കാര്യം. അത് പറയാനുള്ള കാരണം എന്താണ്? ഭരിക്കുന്ന മുഖ്യമന്ത്രിയാകട്ടെ അല്ലെങ്കിൽ ഭരണാധികാരിയാകട്ടെ അവരെ മുഷിപ്പിക്കാൻ അവർ തയ്യാറല്ല. അവരെന്താണോ പറയുന്നത് അത് അംഗീകരിച്ചുകൊണ്ട് നേതൃത്വത്തിന് വിനീത ദാസരും അടിമകളായിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സംഘടനകളൊക്കെ തന്നെ നാളിതുവരെ പ്രവർത്തിച്ചെന്ന കാര്യം നമുക്ക് കൃത്യമായിട്ടറിയാം. 9 വർഷം മുമ്പ് അവരുടെ നിലപാട് അതുതന്നെയായിരുന്നു. നാളെ അധികാരത്തിൽ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ സ്വീകരിക്കാൻ പോകുന്ന നിലപാടും അത് തന്നെയാണെന്ന് നമുക്കൊക്കെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ജനങ്ങളെ വഞ്ചിച്ച, ജനങ്ങളെ ആകെ ഒറ്റപ്പെടുത്തിയ ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന കാര്യം അധ്യക്ഷൻ ആമുഖ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഗവൺമെൻറ് അഴിമതിയിൽ ആറാടി നിൽക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള അംഗങ്ങളുടെ അടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരിലെല്ലാവരും ഏറെക്കുറെ അഴിമതിയുടെ മൂർത്തിമൽഭാവങ്ങളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷത്തിലേറെ CPM നേതൃത്വത്തിലുള്ള ഒരു പുതിയ വർഗം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു ന്യൂ ക്ലാസ് അല്ലെങ്കിൽ നിയോ റിച്ച് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പുത്തൻ ധനിക വർഗം. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ ഒന്ന് ആത്മാർത്ഥമായി എടുത്ത് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രാഞ്ച് തലം മുതൽ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ വരെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ ഈ പുത്തൻ ധനിക വർഗത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് ഇവിടെ മാറിക്കഴിഞ്ഞതെന്ന് നമുക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെടും. ഇവിടെ മുഖമുദ്ര എന്താണ്? ബ്രാഞ്ച് തലം മുതൽ നേതാക്കന്മാർക്ക് ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്, എന്തെന്നില്ലാതെ തോന്നിയവാസമാണ് എല്ലാ കാര്യങ്ങളിലും അവർ നടത്താറ്. പ്രാദേശിക പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് പ്രാദേശിക നേതാക്കന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇനിയോ സർക്കാർ ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുന്നത് അവരാണ്. ആർക്കും സ്വതന്ത്രമായിട്ടൊന്നും പറയാൻ സാധിക്കാത്ത തരത്തിലാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് വന്നത്. ഇവർ നയിക്കുന്നൊരു നേതാവുണ്ട്, ശ്രീമാൻ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി. ഇതുപോലെ സർവാധിപത്യത്തിൻ്റെ ദുർമുഖമായിട്ട് ഒരു മുഖ്യമന്ത്രിയോ ഒരു ഭരണാധികാരിയോ ഇന്നുവരെ നമ്മുടെ കേരളം മാത്രമല്ല ഇന്ത്യ രാജ്യം കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ള മുഖ്യമന്ത്രിമാരിലേറിയ കൂറും എനിക്ക് വളരെ അടുത്തറിയുന്ന ആളുകളാണ്. ചിലർക്ക് തന്നെ സുഹൃത്തുക്കൾ കൂടിയാണ്. അവർ മറ്റേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിൽ പോലും പല കാലഘട്ടങ്ങളിൽ എനിക്ക് ബന്ധമുള്ള ആളുകളാണ് അവരൊക്കെ തന്നെ. അവരാരെങ്കിലും ഇതുപോലെ തന്നെ ദാർഢ്യത്തോടു കൂടി പോയിട്ടുള്ളതായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല.
കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും പറയാറ് തൊഴിലാളി വർഗ പാർട്ടി എന്നാണ്. പാവങ്ങൾക്ക് വേണ്ടിയും പട്ടിണി കിടക്കുന്നവർക്കൊക്കെ തന്നെ പോരാടുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മുഖ്യമന്ത്രിയെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രിക്ക് പാവങ്ങളോടാണ് പ്രതിബദ്ധത? ഒരിക്കലുമല്ല. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് മാത്രമാണ് പ്രതിബദ്ധതയുള്ളതെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. EMS നമ്പൂതിരിപ്പാട്ട് നിലപാടുകളെക്കുറിച്ചൊക്കെ തന്നെ കടുത്ത അഭിപ്രായ വ്യത്യാസം എന്നുമുള്ള ആളാണ് ഞാൻ. അദ്ദേഹം കടുത്ത ഒരു കോൺഗ്രസ് വിരുദ്ധനായിട്ടാണ് നമുക്കൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലും എഴുത്തുകളിലും പ്രസംഗങ്ങളിലൊക്കെ തന്നെ വിലയിരുത്താൻ സാധിച്ചത്. 1957 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായി കേരളത്തിലൊരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്, ഇടതുപക്ഷ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഇന്നും വരെ ഉണ്ടായിട്ടുള്ള ഗവൺമെൻറ്റുകളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഏറ്റവും ജനവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സർക്കാർ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കും, അത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. ആ പിണറായി വിജയൻ്റെ സർക്കാരിനെ മറികടക്കാൻ മറ്റൊരാൾക്കും ഇന്നും വരെ സാധിച്ചിട്ടില്ല എന്നാണ് പരമാർത്ഥം. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ, സങ്കീർണമായിട്ട് പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. ആ പ്രശ്നങ്ങളുടെ കാതലായ വശം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തിനേറെ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ പാവപ്പെട്ട ആശാ വർക്കർമാർ, അവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ എത്ര കാലമായി സമരം നടത്തിയിട്ട് അവസാനം സമരത്തിനൊരു ഘട്ടം കഴിഞ്ഞ ശേഷം സംസ്ഥാനം വ്യാപകമായിട്ട് അവർ വിശക്കുന്ന വയറുമായിട്ട് വിലപിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മോടി നടന്നും നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. പാവം കണ്ട ഗവൺമെൻറ് ആണെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ വിഷമുണ്ടെങ്കിൽ അത് അവരുമായിട്ട് സംസാരിച്ച പ്രശ്നങ്ങൾ തീർക്കുന്നതിന് പകരം ഒരു 10 രൂപ പോലും അവർ കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകാതെ, കരുണ കാണിക്കാതെ ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിലേറെ മറ്റൊരു ദയനീയമായ കാര്യത്തെക്കുറിച്ച് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കില്ല. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്ത് വരുമ്പോൾ നമ്മുടെ പൊതുകടം എത്രയായിരുന്നു? ആ പൊതുകടം 1.5 ദശലക്ഷം രൂപയായിരുന്നു. ശ്രീമാൻ ആന്റണി അധികാരം വിട്ടഴിച്ച പോയ അവസ്ഥയായിരുന്നു അന്നത്തെ. രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ എന്താണ് സ്ഥിതി? അത് 2.96 ലക്ഷം രൂപയായിട്ട് ഒതുങ്ങുകയുണ്ടായി. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഏറ്റവും ഒടുവിൽ ജനുവരിയിലെ കണക്ക് വരികയുണ്ടായി. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുമായിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കടബാധ്യത ഈ സംസ്ഥാനത്തുണ്ടായെന്ന് നമ്മളൊരു നിമിഷം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നികുതി പിരിവ് നടക്കുന്നില്ലേ? ഇവിടെ നടക്കുന്ന ടാക്സ് ടെററല്ലേ? നികുതി ഭീകരതയല്ലേ നടക്കുന്നത്? എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിരിക്കുന്നു, എല്ലാറ്റിനും നികുതി വർദ്ധിപ്പിച്ചെന്നും ആ നികുതി വർദ്ധിപ്പിക്കാത്തൊരു ഇനം മാത്രമില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് സ്ഥിതി. ആ കടബാധ്യതയായി കേരളം മുന്നോട്ട് പോകുമ്പോൾ ആരുടെ നട്ടലിനാണ് ഓടിക്കുന്നത്? ഈ നാട്ടിലെ നികുതിദായകന്മാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളുടെ നട്ടലാണ് ഒടിയുന്നുവെന്ന സത്യം ആർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോവുകയാണ്. ഇതുപോലെ ധൂർത്തും ധാരാളിത്വവും ആർഭാടവും കാട്ടിയ ഒരു സർക്കാരും ഇന്ന് വരെ നാട്ടിലുണ്ടായിട്ടില്ല. രാജ്യത്തൊരിടത്തും ഇത്തരം ഒരു സർക്കാർ നമുക്ക് ഇന്ന് മാത്രമല്ല നാളെയും കാണാൻ സാധ്യമല്ല. ഇവിടെ പറയുകയുണ്ടായി, ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. രാഷ്ട്രീയമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയ നടൻ മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്, ആ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് തന്നെ സ്വീകരണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്ക് ആർക്കും എതിരില്ല, കൊടുക്കേണ്ടതായിരുന്നു. ഇതെല്ലാ കാലത്തും സ്വീകരിക്കേണ്ട മാതൃക തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ശ്രീമാൻ അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഫാൽക്കെ അവാർഡ് വാങ്ങിച്ച മനുഷ്യൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെ ആരും ഇത്രത്തോളം അഭിനന്ദിച്ചില്ല എന്ന കാര്യം അദ്ദേഹത്തിന് ദുഃഖത്തോടു കൂടി പറഞ്ഞു നമുക്കെല്ലാം തന്നെ അറിയാം. പക്ഷേ ഗവൺമെൻറ് ഈ കാണിച്ച മോഹൻലാലിനോടുള്ള ആദരവ് തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു, അതിന് ഞാൻ നിഷേധിക്കാൻ ആഗ്രഹിക്കില്ല. ആ പരിപാടിക്ക് കൊടുത്ത പേരെന്താണ്? ലാൽ സലാം. അതിനർത്ഥം റെഡ് സല്യൂട്ട്, ചുകപ്പൻ അഭിവാദ്യങ്ങൾ എന്നാണ് മലയാളത്തിൽ അവർ എഴുതി വച്ചിരിക്കുന്നത്. ആ ചുകപ്പൻ അഭിവാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടിയെ രാഷ്ട്രീയവൽക്കരിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് അവർ ആ പരിപാടി പൂർത്തിയാക്കിയത്. കേവലം 1.5 മണിക്കൂർ 2 മണിക്കൂർ മാത്രം നീണ്ടുന്ന പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ചെത്രയാണ്?
ഗവൺമെൻറ് കണക്ക് വന്നു. 2.84 കോടി രൂപയാണ് ആ പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ചത്. ഇതാരുടെ പണമാണ്? സാംസ്കാരിക വകുപ്പിൽ നടത്തുന്ന പണം നിങ്ങളുടെയും എൻ്റെയും പണമാണ്, മനസ്സിലാക്കണം. പിന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ നവകേരള ബസ് യാത്ര, ഏറ്റവും ലക്ഷൂറിയസായ ബസ്. ആ ബസ്സിനപ്പുറം ബസ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിർമ്മിക്കാൻ വേണ്ടി ഒരു കമ്പനിക്ക് സാധിച്ചില്ല. അത്രയും ആധുനിക സൗകര്യത്തോടുകൂടി ബസ്സുമായിട്ടാണ് അവർ മുന്നോട്ട് പോയത്. ആഗോള അയ്യപ്പ സംഘത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, പമ്പയിൽ വെച്ചാണ് നടത്തിയത്. പിണറായി തീർച്ചയായിട്ടും ഈ രാജ്യത്തിന് അല്ലെങ്കിൽ നാട്ടിനൊരു ബാധ്യത എന്ന സ്ഥിതിയിലാണ് അത്തരമൊരു പമ്പ സംഗമം തന്നെ അവസാനിച്ചത്. ആ സംഗമത്തിന് എന്ത് ചെലവഴിച്ചെന്ന് ചോദിച്ചാൽ, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നൊരു കാശും ഞങ്ങൾ ചെലവഴിക്കില്ല, ദേവസ്വം പണം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെന്റ് കണക്ക് വന്നിരിക്കുന്നു. 8.50 കോടി രൂപയാണ് ആ സംഗമത്തിന് വേണ്ടി മാത്രം നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് വീണ്ടും മാറ്റിവെച്ചത്. സമസ്ത മേഖലയിലും കേരളം ഇന്ന് തകർന്നിരിക്കുകയാണ്. സാമ്പത്തിക മാനേജ്മെന്റിന്റെ പാട തകർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സംസ്ഥാനം ഒരു കുത്തുപാളയെടുത്തുന്ന ഒരവസ്ഥാവിശേഷമാണ് എന്നുണ്ടായിട്ടുള്ളത്. നിത്യനിദാന ചെലവുകൾക്ക് യാതൊരു തരത്തിലും വക കണ്ടെത്താൻ സാധിക്കാത്ത ഗവൺമെന്റ് പാവപ്പെട്ട സർവീസ് പെൻഷൻകാരോട്, അതുപോലെ കുടുംബ പെൻഷൻകാരോട് ഇത്രയും വഞ്ചന കാണിച്ച ഒരു സർക്കാർ ഇന്നുവരെ കേരളം ഭരിച്ചിട്ടില്ല. ആനുകൂല്യം നിഷേധിക്കുക, തടഞ്ഞു വെക്കുക, ഇത് ഗവൺമെന്റ് മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. 2019 പെൻഷൻ പരിഷ്കരണം, അതിന്റെ ഭാഗമായി അനുവദിച്ച DA-യുടെ 2 ഗഡുക്കൾ ഇതുവരെ കൊടുത്തിട്ടില്ല. 2021 റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ ജീവനക്കാരുടെയും 50% ശമ്പള കുടിശ്ശിക അത് കൊടുത്തിട്ടില്ല, തടഞ്ഞു വച്ചിരിക്കുകയാണ്. 2023 ലഭിക്കേണ്ട 6 ഗഡു അതും തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതുവരെ ശമ്പള കമ്മീഷൻ നിയമിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കർത്തവ്യബോധമില്ലാത്ത, ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഗവൺമെന്റ് കേരളം ഭരിച്ചിട്ടില്ല. മെഡിസിപ്പ് പദ്ധതിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്നതാണ്. ആരോഗ്യ സുരക്ഷ സൗജന്യമല്ല. കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും CGS സൗകര്യമുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുന്ന സ്കീമുണ്ട്. ആ സ്കീമുണ്ട്, MP മാരായിട്ടുള്ള ഞങ്ങൾക്കുമുണ്ട്. ഞാനത് ഉപയോഗിക്കാറില്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് പോലും ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടതായിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ജീവനക്കാർക്ക് മാത്രം അത് നിഷേധിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇന്ന് നടപ്പിലാക്കിയിട്ടുണ്ട്. 1996 കാലഘട്ടത്തിലാണ് ശ്രീമാൻ A.K. ആന്റണി ഭരിച്ചപ്പോഴാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള ആദ്യത്തെ ചർച്ചകൾ നടന്നത്. അന്ന് ധനകാര്യമന്ത്രി ശ്രീമാൻ CV പത്മരാജനായിരുന്നു, മുൻ KPC അധ്യക്ഷൻ. അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീമാൻ VM സുധീരനായിരുന്നു. ആ കാലത്താണ് ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചത്. പക്ഷെ പിന്നീട് ഒന്ന് ഇടതുപക്ഷ സർക്കാർ അത് മാറ്റിവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജീവനക്കാരോടും പെൻഷൻകാരോടും എല്ലാ കാലത്തും നീതി കാണിച്ചൊരു ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇടതുപക്ഷ സർക്കാരാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമില്ല. 2014 ഞാൻ ഓർക്കുന്നു, ശ്രീമാൻ ഉമ്മൻചാണ്ടി, എൻ്റെ പ്രിയ സ്നേഹിതൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലം, ആ കാലത്താണ് 10ാം ശമ്പള കമ്മീഷണർ നിയോഗിച്ചത്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായരായിരുന്നു ആ കമ്മീഷനുമായിട്ട് അന്ന് നിയമിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ആ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ഞങ്ങളെയൊക്കെ തന്നെ സ്നേഹത്തോടുകൂടി തന്നെ വിളിച്ചത് ഞാൻ ഓർക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. ഞങ്ങളുടെയൊക്കെ തന്നെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് രാമചന്ദ്രൻ നായരുമായിട്ട് അദ്ദേഹം ഒരു പുതിയ ചെയർമാൻ അധികാരമേറ്റെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കസ്റ്റമറിയായിട്ട് മുഖ്യമന്ത്രിമാരെ കണ്ട് സംസാരിക്കുന്ന ഒരു പതിവുണ്ട്. രാമചന്ദ്രൻ നായർ മുഖ്യമന്ത്രിയെ കാണാൻ വന്ന ദിവസം ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇതാണ് പൊതുവികാരം, ഇതാണ് ജനപ്രതിനിധികളുടെ അഭിപ്രായം. ഇത് വെച്ചുകൊണ്ട് ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് പെൻഷൻകാരെ സഹായിക്കാൻ സാധിക്കുമോ നിങ്ങൾ തീരുമാനമെടുക്കണമെന്നാണ് രാമചന്ദ്രൻ നായരോട് പറഞ്ഞത്. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇന്നുവരെ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഇതുപോലെ ഒരു സുവർണ ലിപികളാൽ എഴുതപ്പെടുന്ന
ഗോൾഡൻ ലെറ്ററിൽ എഴുതപ്പെടുന്ന ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ആത്മപരിശോധന നടത്തണം. സർവീസ് പെൻഷൻകാർക്ക് 18% വർധനവാണ് രാമേന്ദ്രൻ നായർ എന്ന് കൊടുത്തത്, 18%. എന്നാൽ സർവീസിലിരിക്കുന്ന ആളുകൾക്ക് കൊടുത്തത് എത്രയാണ്? കേവലം 12% മാത്രമാണെന്ന് കൊടുത്തത്. എൻ്റെ അർത്ഥം പെൻഷൻകാരോടാണ് കരുണ കാണിക്കേണ്ടത്. ആ പെൻഷൻകാർക്കാണ് പ്രശ്നം സങ്കീർണമായിട്ടുള്ളത്. അവരെയാണ് പരിഗണിക്കുന്നത് കണ്ടുകൊണ്ടാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. പിന്നെ ജീവനക്കാർക്കുള്ള ആരോഗ്യ ശുശ്രൂഷ 5 വർഷമായിട്ടൊന്നും നടപടി സ്വീകരിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. അവസാനം വ്യാപകമായ പ്രതിഷേധം എല്ലാ ഭാഗത്തുണ്ടായി. മാധ്യമങ്ങളാണ് ഏറ്റവും ശക്തമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഇത് ശരിയല്ല. ആരോഗ്യ സുരക്ഷ അവരുടെ അവകാശമാണ്. കാരണം നമ്മുടെ ഭരണഘടനാപരമായ തന്നെ അവകാശമാണ്. അതുകൊണ്ട് കൊടുത്തേ പറ്റൂ എന്ന കാര്യം അത് ശക്തമായിട്ട് പറഞ്ഞത് ഈ രാജ്യത്തെ സമൂഹത്തിൽ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളുമാണ്. അങ്ങനെയാണ് അവസാനം ഗവൺമെന്റ് ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മെഡിസെപ്പ് എന്നൊരു പദ്ധതിയുമായിട്ട് വന്നത്. ഈ നാട്ടിലെ കുറേ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ഏൽപ്പിച്ചുകൊണ്ടാണ് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പെൻഷനെ കുറിച്ച് പറയുമ്പോൾ നിരവധി കോടതികൾ, സുപ്രീം കോടതി അടക്കം വിധിന്യായങ്ങൾ പ്രവർത്തിച്ച ഒരു സംഭവമാണ് നമ്മുടെ പെൻഷൻ. പെൻഷൻ ഈസ് ഡെഫേർഡ് വെജ് എന്നാണ് പറയുന്നത്. മാറ്റിവെക്കപ്പെട്ട ശമ്പളമാണ് പെൻഷൻ. ആരുടെയും കാരുണ്യമല്ല. അവിടെ ശമ്പളത്തിന് പിടിച്ചു വെച്ച സംഖ്യയാണ് നിങ്ങൾക്ക് പെൻഷനായിട്ട് തരുന്നതെന്ന കാര്യം സുപ്രീം കോടതി പോലും പറയുകയുണ്ടായി. അതുകൊണ്ട് അവകാശമാണ്. ആ അവകാശങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി പോകുന്നത്. ജീവനക്കാരും പെൻഷൻ പറ്റി പിരിഞ്ഞവരും അവിടെ പെൻഷനറി ബെനിഫിറ്റ്സ് ഒന്നും നൽകാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ആ സന്ദർഭത്തിലാണ് IAS-കാർക്കും IPS-കാർക്കും ഒക്കെ തന്നെ വൻപിച്ച ശമ്പള വർധനവുകൾ നൽകിയിട്ടുള്ളത്. എടുത്ത് പരിശോധിക്കൂ. അത്രയും വൻപിച്ച ശമ്പളമാണ് ഇപ്പോൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആനുകൂല്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സുവർണ കാലമാണ് കേരളത്തിൽ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ കാര്യം ചിന്തിക്കണമെന്നാണ് അപേക്ഷിച്ചാൽ. പിന്നെ റിട്ടയർഡ് IAS-കാരും IPS-കാരും അവരെ അധിവസിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം ചുരുങ്ങിയിരിക്കുകയാണ്. എവിടെയെല്ലാം റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുണ്ടോ, എവിടെയെല്ലാം റിട്ടയർഡ് IPS-കാരുണ്ടോ അവരെ കൊണ്ടുവന്ന സേവനം പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരുമ്പോൾ എന്തൊരു ബാധ്യതയാണ് നമ്മുടെ സംസ്ഥാനത്തിന്. ഇത് നമ്മൾ ചിന്തിക്കണമെന്നാണ് പറയാനുള്ളത്. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഈ കൊച്ചു സംസ്ഥാനം, കഷ്ടി 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള സംസ്ഥാനം, 21 പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാരുണ്ട്. 21. ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശ് ജനസംഖ്യ എത്രയാണ്? ഏതാണ്ട് 20 കോടി, 19.98. അത് പഴയ കണക്കാണ്. 20 കോടി ജനങ്ങൾ അവിടെ കേവലം 8 പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിസ്സാരമല്ലേ കാര്യം. ഈ ആളുകൾക്ക് കൊടുക്കുന്ന ശമ്പളം എത്രയാണ്? ആനുകൂല്യങ്ങൾ എത്രയാണ്? ഈ മെമ്പർമാരാരാണ്? നിങ്ങൾക്കറിയാത്ത മെമ്പർമാരാരും കേരളത്തിലില്ല. ഇവരൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, പാർശ്വവർത്തികൾ. അവർക്ക് വേണ്ടപ്പെട്ടവരുടെ അതാരെങ്കിലും നമുക്ക് അഭിമാനത്തോടെ കഴിഞ്ഞ കാലത്ത് പറയുന്ന പോലുള്ള PSC മെമ്പർമാരെ നമുക്കിത് കാണാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാമ്പത്തിക പ്രശ്നത്തിന്റെ നീർച്ചുഴിയിൽ ഈ സംസ്ഥാനം മുങ്ങിത്താണുകൊണ്ടിരിപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ പത്രക്കാർ വന്നപ്പോൾ ഞാൻ പറയണ്ടായി, ഒരു ജലദോഷപ്പണി വന്നാൽ പോലും മുഖ്യമന്ത്രി മയോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. നിഷേധിക്കാൻ സാധിക്കുമോ? 42 വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയില്ലേ ഭീരുവായ മുഖ്യമന്ത്രി പോകുന്നത്? നിഷേധിക്കാൻ സാധിക്കുമോ? എന്തിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ 42 വാഹനം? അതില്ലെങ്കിൽ അദ്ദേഹം ഉദ്യോഗസ്ഥനോട് ചാടിക്കയറുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത്. അദ്ദേഹം പണ്ട് വിമാന സർവീസ് ഇല്ലാത്ത കാലത്ത് കണ്ണൂരിൽ രാജധാനിക്കാണ് അദ്ദേഹം വരാറ്. ആ സന്ദർഭത്തിൽ നമ്മുടെ മലബാർ റീജിയനിലെ സീനിയറായിട്ടുള്ള IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ പ്രഭാതത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം വന്നില്ല എങ്കിൽ അദ്ദേഹം ആ ഉദ്യോഗസ്ഥന്മാരെ കണക്കിന് ശകാരിക്കുന്ന കാഴ്ച കാലത്തുണ്ടായിരുന്ന കാര്യം സീനിയറായിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അഭിനമിക്കുകയാണ്. അധികാരത്തിന് മത്തുപിടിച്ച മനുഷ്യന് IPS-കാർ സെല്യൂട്ട് ചെയ്തതിൽ സന്തോഷമാണ് ആ മനുഷ്യന്. അങ്ങനെ മാനസിക വിഭ്രാന്തി ബാധിച്ചുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. ഇനി വകുപ്പുകൾ എടുത്ത് പരിശോധിക്കൂ.
ഏതെങ്കിലും ഒരു വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഏതെങ്കിലും മന്ത്രിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മിടുക്കനായ അല്ലെങ്കിൽ മിടുക്കിയ ഒരു മന്ത്രിയാണ് ഇതൊന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ആ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് മന്ത്രി എടുത്ത് പരിശോധിക്കണം. അവർ ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് പോലും ഇംഗ്ലീഷിൽ. ഒരു വാക്ക് ഇംഗ്ലീഷിൽ തെറ്റാതെ പറയാനോ എഴുതാനോ അവർക്ക് സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. എവിടെ എന്ത് ഡോക്ടറേറ്റ് കിട്ടി നമ്മൾ ചിന്തിക്കണ്ടേ? ഇതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ മാതൃകയായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗം അധപ്പതിച്ചില്ലേ? ഇതല്ലേ സ്ഥിതിവിശേഷം? 1957 ശേഷം ഇത്രയും കാര്യക്ഷമതയില്ലാത്ത ഒരു ഭരണമില്ല എന്ന കാര്യം ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ആഭ്യന്തര വകുപ്പ് ചുമതലയുടെ മുഖ്യമന്ത്രി, ആ വകുപ്പിന് നാഥനുണ്ടോ? ഇല്ല. പോലീസ് ഇതുപോലെ ക്രിമിനൽ വൽക്കരണത്തിന് വിധേയമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതാണ് സ്ഥിതി. PSC പരീക്ഷയെ പ്രഹസനമാക്കി നോക്കുകുത്തിയാക്കി പറമ്പത്തിലൂടെ ഓരോരോ കോളേജുകളിൽ പഠിച്ചിരിക്കുന്ന തെമ്മാടികളെ അവർ പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്തപ്പോൾ എത്രയെത്ര ക്രിമിനലുകളായ പോലീസുകാരെയാണ് ഇന്ന് സർവീസിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിൻവാതിലൂടെ കടത്തിവിട്ടത്? അതല്ലേ ഇന്നത്തെ പോലീസിന്റെ അവസ്ഥ? നമ്മൾക്ക് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. അവരെ നമ്മൾക്ക് എല്ലാത്തിനും അറിയാം. അവരാണ് ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കും ഉത്തരവാദി എന്ന കാര്യത്തിൽ നമുക്ക് സംശയലേശമതയെ പറയാൻ സാധിക്കും. നിയമസമാധാനം വായിച്ച അത് ഉറപ്പുവരുത്താൻ കഴിക്കാത്ത നമ്മുടെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഞാൻ തികഞ്ഞ ഉത്തരവാദിത്തബോധത്തോട് പറയുന്നു, ഇന്ത്യയുടെ സംസ്ഥാനത്തുമില്ലാത്ത രൂപത്തിൽ കുറ്റകൃത്യങ്ങൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനമായിട്ട് ഒരു ക്രൈം സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുന്നുവെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും ഒടുവിൽ ഞാൻ പറയട്ടെ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആഭ്യന്തര മന്ത്രാലയത്തിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് കണക്കെനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വന്നപ്പോൾ ഏറ്റവും അധികം സ്ത്രീ പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന സംസ്ഥാനം ഒന്നാം സ്ഥാനത്ത് ഇവിടെ കേരളമാണ് എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കെന്ന കാര്യം ഓർക്കണം. കുറ്റവാളിക്ക് ഇതുപോലെ സ്വൈര്യവിഹാരം നടത്തിയ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടില്ല. മയക്കുമരുന്ന് വ്യാപാരം അതുവരെ തടിച്ചു കൊടുത്ത് മുന്നോട്ട് പോകുന്നു. ഇന്റർനാഷണൽ ഡ്രഗ് മാഫിയ, അതോ ഇന്റർനാഷണൽ ഡ്രഗ് കാർട്ടൽസ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. കുപ്രസിദ്ധരായ കുറ്റവാളികൾക്ക് ജയിലിൽ സംരക്ഷണം കൊടുക്കുന്നതെന്ന് മാത്രമല്ല, അവർക്ക് സ്വതന്ത്രമായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ ആ ജയിൽ വകുപ്പ് തകർന്നു പോയിരിക്കുന്ന സത്യവും നമുക്ക് നിഷേധിക്കാനാവുമോ? വാടക കൊലയാളികൾ കോടതിയിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് സൗകര്യപൂർവ്വം മദ്യപിക്കാൻ കാവൽ നിൽക്കുന്ന പോലീസുകാർ നമ്മൾ ഏതെങ്കിലും സംസ്ഥാനത്ത് കാണാൻ സാധിക്കുമോ? അതാണ് സമീപ ദിവസം ഉണ്ടായതെന്ന കാര്യം ഓർക്കണം. ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ അവർ മദ്യപിക്കണം പറഞ്ഞപ്പോൾ വണ്ടി നിർത്തി അവർക്ക് സൗകര്യപൂർവ്വം മദ്യപിക്കാൻ അവസരം കൊടുത്തിട്ടൊരു പോലീസാണ് നമ്മുടെ പോലീസ് എന്ന് പറയുമ്പോൾ നാട്ടിന് അപമാനമായിട്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് സ്വതന്ത്രമായ പൊതുപ്രവർത്തനം, ആ പൊതുപ്രവർത്തനം നടത്താൻ ഈ നാട്ടിലെ ഒരു പാർലമെന്റ് അംഗത്തിന് പോലും അവകാശമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ആഭ്യന്തര രംഗവും നിയമവാഴ്ചയൊക്കെ തന്നെ തകർത്തിരിക്കുന്നു എന്നതല്ലേ പരമാർത്ഥം. പ്രിയപ്പെട്ട നമ്മുടെ MP ശ്രീമാൻ ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിന് നടന്ന അതിക്രമത്തെക്കുറിച്ച് ന്യായീകരിക്കാൻ ആർക്കും സാധ്യമല്ല. എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? അദ്ദേഹത്തെ മൂക്കിൻ്റെ എല്ല് പൊട്ടി, അദ്ദേഹം മൂക്കിൽ രക്തം വാർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഉടൻ തന്നെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ രോഗവിവരം അറിയാനും ഒക്കെ തന്നെ എനിക്ക് അവസരമുണ്ടാകുകയുണ്ടായി. ഞാൻ മിനിയാൻ തന്നെ മെഡിക്കൽ റിപ്പോർട്ട് കാണുകയുണ്ടായി. ആ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടപ്പോൾ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ CPM എന്താണ് ചെയ്തത്? CPMന്റെ നുണ ഫാക്ടറിക്കാരും ഒരുപാട് കാര്യങ്ങൾ പടച്ചു വിട്ടുകൊണ്ട് ആ സംഭവത്തെ വെള്ളപൂശാൻ വേണ്ട ശ്രമമാണ് നടത്തിയെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അവസാനം ഷാഫിക്കെതിരെ അതിക്രമത്തെ നമ്മുടെ പാർലമെന്റിന്റെ അവകാശ ലംഘന കമ്പനിയുമായി കൊണ്ടുപോകുന്നു എന്ന് വന്നപ്പോഴാണ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചുവട് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. വടകരയിലെ റൂറൽ SP കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു, പോലീസിൽ ഏതാനും ക്രിമിനലുകൾ നടത്തിയ ഒരു കയ്യേറ്റമായിട്ടാണ് ആ സംഭവത്തെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും താൻ ശിക്ഷിക്കപ്പെടാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ആ തുറന്നു പറച്ചിൽ നടത്തിയെന്ന സത്യവും നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല.
പ്രിവിലേജ് കമ്മിറ്റിക്ക് പോയാൽ തീർച്ചയായിട്ടും ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും, അവർ തീഹാർ ജയിലിൽ പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവർ തിരിച്ചു വന്നാൽ അവരുടെ തൊപ്പി നഷ്ടപ്പെടും, അവരുടെ കാക്കിക്കുപ്പായങ്ങൾക്ക് നഷ്ടപ്പെടും. അതാണ് സ്ഥിതി. CM-ന്റെയും അതുപോലെ തന്നെ CPM-ന്റെയും പിൻബലത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചാൽ അവർക്കെല്ലാം നാളെ ഉണ്ടാകുന്ന ഗതികൾ ഇതായിരിക്കുമെന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ വിനീതരായിട്ട് അവരോട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ശബരിമല ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണ കവർച്ച, ആ സ്വർണ്ണപ്പാളികൾ ചെമ്പായി മാറിയിരിക്കുന്നു. ഇതോടുകൂടി എന്താണ് സംഭവിച്ചത്? സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെമ്പാണ് ഈ സംഭവത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ, അതുപോലത്തെ ഏതാനും പൂജാരിമാരുടെ കയ്യിൽ തലയിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന കാര്യം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT അവർ അന്വേഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിയമിച്ച 3 ദേവസ്വം അധ്യക്ഷന്മാർ, ആ ബോർഡിന്റെ അധ്യക്ഷന്മാർ കുറ്റവാളികളാണെന്ന് പറയുന്ന രൂപത്തിലാണ് പ്രാഥമികമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ശബരിമല ക്ഷേത്രത്തെ സ്വർണ്ണ കവർച്ച, ആ കവർച്ച നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരാണ് സൗകര്യം ഉണ്ടായിക്കൊടുത്തത്? നമ്മൾ ഉത്തരം പറയണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ഈ ദ്വാരപാലക വിഗ്രഹവും അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു കട്ടളയുടെ ആ സ്വർണ്ണപ്പാളികളൊക്കെ തന്നെ പുറത്ത് കൊണ്ടുപോയതിനെ കുറിച്ച് ഉത്തരം പറയേണ്ടത് ഗവൺമെന്റ് അല്ലേ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണ് പറയേണ്ടത്? ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന്മാരല്ലേ, അവരല്ലേ ഉത്തരം പറയേണ്ടത്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഈ പറയുന്ന അഴിമതിയുടെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് ഇംഗ്ലീഷ് പറയാറുണ്ട്. അഴിമതിയുടെ മഞ്ഞുമല, ആ മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ് നമ്മൾ കണ്ടതെന്ന കാര്യം നിങ്ങൾ ഓർക്കണമേ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത്. ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിലൊക്കെ സമഗ്രമായ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ എത്ര ഭീകരമായ ഇതുപോലെ കൊള്ളകളുടെ കഥകൾ നാളെ പുറത്തു വരുന്ന കാര്യം ആർക്കും അത് പറയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ തന്നെ പോയെന്ന കാര്യം ഓരോ ദിവസത്തെ റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നീതിപൂർവ്വം നിർഭയമായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വിശ്വാസികൾക്കെതിരെ നടന്ന വഞ്ചനയുടെ കഥ ഓരോന്നോരോന്നാരായിട്ട് ഇനിയും ഈ ചുരുൾ നിവർന്നു വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് മുൻകൈ എടുത്ത മുഖ്യമന്ത്രി നമ്മൾ മറന്നിട്ടില്ല. വനിതാ മതിൽ കെട്ടിയ മുഖ്യമന്ത്രി നമ്മൾ മറന്നിട്ടില്ല. ബിന്ദു അമ്മണി എന്ന് പറഞ്ഞ ഒരു വനിതാ ആക്ടിവിസ്റ്റിനെ അതുപോലെ ADGPയുടെ പിൻബലത്തോടു കൂടി തന്നെ ആ സന്നിധിയിലേക്ക് കൊണ്ടുവരിക്കുന്ന മുഖ്യമന്ത്രി നമുക്ക് മറക്കാൻ സാധ്യമല്ല. ആ ബിന്ദു അമ്മണിക്ക് ഹെൽമെറ്റും ധരിപ്പിച്ചുകൊണ്ട് അവരെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക്കുന്ന മുഖ്യമന്ത്രി നിങ്ങളാണ് ആചാരലംഘനം നടത്തിയെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? താങ്കളുടെ കാപ്പറ്റ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തി ഹൈന്ദവ വോട്ടുകൾ നഷ്ടപ്പെട്ട് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുമെങ്കിൽ അത് വിപുല ശ്രമമാണെന്ന കാര്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ തെളിയിക്കാൻ പോകുന്നുവെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാർട്ടി സെക്രട്ടറി, നിങ്ങളുടെ വിശ്വസ്തൻ ശ്രീമാൻ MV ഗോവിന്ദന് കഴിഞ്ഞ ദിവസം നിങ്ങൾ പയ്യന്നൂരിൽ ജ്യോതിഷിയായിട്ട് പൊതുവെല്ലാം കാണാൻ അയച്ചത് ഞങ്ങളൊക്കെ തന്നെ പത്രത്തിൽ വായിക്കേണ്ടായി. ഞങ്ങൾ TV-യിലെ കാര്യം കണക്കണ്ടായി. പൊതുവാൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, പല കാര്യങ്ങളും സംസാരിച്ചിട്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. വന്നു എന്ന കാര്യം സത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ജ്യോതിഷ് പോയതെന്ന കാര്യത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി നിങ്ങൾ ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞ് മതിയാവുകയുള്ളൂ. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൽ വിശ്വാസമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങ് എല്ലാ കാലത്തും കാർൽ മാർക്സ് പറഞ്ഞ പോലെ തന്നെ റിലിജൻ ഈസ് ഓപ്പിയം ഓഫ് ദ മാസ് എന്ന് പറഞ്ഞ മതം മനുഷ്യനെ മയക്കി പിടിക്കുന്ന കറുപ്പാടുക എന്ന് പറഞ്ഞിരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്. അങ്ങനത്തെ കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി അങ്ങ് നാളെ ഇരുമുടിക്കെട്ടും ഈ കറുത്ത വസ്ത്രവുമായിട്ട് ശബരിമലയിലേക്ക് പോയാൽ ഞങ്ങൾ ആരും അത്ഭുതപ്പെടുകയില്ല എന്ന് മാത്രമാണ് എനിക്ക് വിനീതനായിട്ട് ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. പ്രിയപ്പെട്ട പെൻഷൻകാരുടെ ഈ ഒരു യോഗത്തിൽ സംബന്ധിക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ആരെക്കാളും നന്നായിട്ട് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്ക് മനസ്സിലാക്കാൻ അവസരമുണ്ടായിട്ട് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ടി എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ നിന്നതുപോലെ തന്നെ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു പരിപാടി അടുക്കും ചെട്ടിയോടുകൂടി ഈ തൃപ്പംകൂട്ടൽ മണ്ഡലത്തിൽ നിങ്ങൾ സംഘടിപ്പിച്ചതിന്
നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.